പ്രശസ്ത തീർത്ഥാടന കേന്ദ്രം എന്നതിലുപരി മതമൈത്രിയുടെ ഉന്നത പ്രതീകം കൂടിയാണ് ശബരിമല എന്ന കാനന ക്ഷേത്രം. ഭക്തനും ദൈവവും ഒന്നാകുന്ന ഇവിടെ ജാതിമത വർഗീയ ചിന്തകൾക്ക് അതീതമാണ് തീർത്ഥാടനം. അയ്യപ്പനും ബാബരുമെന്ന ചൊല്ലോളം തന്നെ പഴക്കമുണ്ട് ശബരിമലയുടെ മതമൈത്രി പാരമ്പര്യത്തിന്. ഓരോ തലമുറ കഴിയുമ്പോഴും ആ പാരമ്പര്യത്തിന് ഒരു പോറൽ പോലും തട്ടാതെ സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയുന്നുവെന്നത് തന്നെയാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ശബരിമലയിലെത്തി അയ്യപ്പനെ കണ്ട് തൊഴുത്ത ശേഷം ഓരോ ഭക്തനും അടുത്തതായി എത്തുന്നത് വാവരസ്വാമിയെ കണ്ട് വണങ്ങാനാണ്. അത്രമേൽ ബന്ധമാണ് അയ്യപ്പനും ബാവർക്കും ഭക്തർ നൽകുന്നത്. ബാബരും അയ്യപ്പനും അല്ല, ജാതിയോ മതമോ നോക്കിയല്ല, അവർ മനുഷ്യ സ്നേഹമായിരുന്നു, മനുഷ്യൻ്റെ ഉയർച്ചയായിരുന്നു, മനുഷ്യൻ ഒന്നിക്കണം എന്നുള്ളതായിരുന്നു. അതിൽ കൂടിയാണ് ഈശ്വരവിശ്വാസം ലോകത്ത് നിലനിൽക്കേണ്ടത് എന്നുള്ള ഒരു അനുഗ്രഹമായ കാര്യങ്ങൾ ലോകത്തിൽ കാണിച്ചു കൊടുത്തു. ഇന്ന് അതേസമയത്ത് ജനങ്ങൾ ഓരോ ദിവസം കഴിയുന്നവർ ഓരോ പ്രാവശ്യം കഴിയുമ്പോൾ പരസ്പരം അകന്നുകൊണ്ടിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടനം പൂർണ്ണതയിലെത്തണമെങ്കിൽ അയ്യപ്പനെയും വാവരെയും കണ്ടിരിക്കണമെന്നാണ് ഐതിഹ്യം. സോപാനത്തിന് താഴെ വലതുവശത്തായാണ് വാവരുനട. വാവരുടെ പിൻതലമുറയിൽപ്പെട്ടവരാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് തീർത്ഥാടകരെ സ്വീകരിക്കുകയും പ്രസാദം നൽകുകയും ചെയ്യുന്നത്. ഇതിനുവേണ്ടി 3 പേരാണ് സന്നിധാനത്തെത്തിയിരിക്കുന്നത്. നിരവധി തീർത്ഥാടകരാണ് ദിവസവും അനുഗ്രഹം വാങ്ങാനായി ഇവിടേക്ക് വരുന്നത്. ജാതിമത ചിന്തകളുടെയും അസഹിഷ്ണുതയുടെയും വിഷവിത്തുകൾ ചിലർ സമൂഹത്തിൽ വാരി വിതറുമ്പോഴാണ് അയ്യപ്പനും വാവരും തമ്മിലുള്ള സൗഹൃദത്തിന് ശബരിമലയിൽ ഇന്നും ഏറെ പ്രാധാന്യമുള്ളത്. ക്യാമറമാൻ ഖാജ ഹുസൈനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.